ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ഊർജം നൽകിയ, പ്രാണൻ നൽകിയ, ബലമേകിയ ഒരു ദിവ്യ മന്ത്രമുണ്ട്. ആ മന്ത്രം നമുക്ക് ലഭിച്ചതിൻ്റെ 150-ാം ജന്മവാർഷികമാണ് നമ്മളിപ്പോൾ ആഘോഷിക്കുന്നത്. ആ മന്ത്രം മറ്റൊന്നുമല്ല, അത് വന്ദേ മാതരമാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന ദേശസ്നേഹിയായ സാഹിത്യകാരൻ തൻ്റെ തൂലികയിൽ നിന്ന് ജന്മം കൊടുത്ത ആ മന്ത്രം, ദിവ്യമന്ത്രം, പിന്നീട് അദ്ദേഹം തന്നെ രചിച്ച ആനന്ദമഠം എന്ന നോവലിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. ആ മന്ത്രത്തിൻ്റെ പശ്ചാത്തലം അല്ലെങ്കിൽ ആ നോവലിനെ കുറിച്ച് പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ദേ മാതരത്തെ ആസ്പദമാക്കി, അടിസ്ഥാനമാക്കി അതിൻ്റെ 150-ാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ പാർലമെൻറ്റ് ഇത് ചർച്ച ചെയ്യുമ്പോൾ അവിടെ തുടങ്ങി വെച്ച കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. വളരെ ഞെട്ടിക്കുന്ന, അതേസമയം നമ്മുടെ വരും തലമുറകൾ പോലും അറിയേണ്ടുന്ന ചില സത്യങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രി അവിടെ വ്യക്തമായി വിശദീകരിച്ചു. അദ്ദേഹം വേദകാലം മുതൽ നിലനിൽക്കുന്ന ചില സങ്കല്പങ്ങൾ, നമ്മുടെ ചില ദിവ്യ സങ്കല്പങ്ങൾ അദ്ദേഹം അവിടെ ഉദ്ധരിച്ചു. മാതാ ഭൂമി പുത്രോ അഹം പൃഥിവ്യ എന്ന അഥർവവേദത്തിലെ മന്ത്രം, ഈ ഭൂമി നമ്മുടെ അമ്മയാണ്, നാം ആ അമ്മയുടെ മക്കളാണ് എന്ന ആ ദിവ്യമായ അറിവ് പാർലമെൻറ്റിനെ ഉദ്ബോധിപ്പിച്ച നമ്മുടെ പ്രധാനമന്ത്രി ഇതാണ് വന്ദേ മാതരം എന്ന മന്ത്രത്തിൻ്റെ ബീജം എന്നും പറഞ്ഞു വെച്ചു. എന്തായാലും 1800-കളുടെ അവസാനം രചിക്കപ്പെട്ട ആ ദേശസ്നേഹം തുളുമ്പി നിൽക്കുന്ന, ആ മാതൃഭക്തി തുളുമ്പി നിൽക്കുന്ന ദിവ്യമായ നമ്മുടെ ഈ ഭാരതഭൂമിയെ വർണ്ണിക്കുന്ന അമ്മയായി, ദുർഗയായി സങ്കൽപ്പിച്ച് പാടി പുകഴ്ത്തുന്ന ആ വരികളുണ്ടല്ലോ, ആ വരികളുടെ മനോഹാരിത പ്രധാനമന്ത്രി എണ്ണി എണ്ണി അക്കമിട്ട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം പൂർണ്ണമായിട്ടും ഇവിടെ അവതരിപ്പിക്കാൻ നിർവാഹമില്ല, നമുക്കതിനുള്ള സമയമില്ല. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രസക്തമായ ചില കാര്യങ്ങളിലേക്ക് ഞാൻ പോവുകയാണ്. 1905 നമ്മുടെ രാഷ്ട്രത്തെ അടിമകളാക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ ഒരു വലിയ ഗൂഢതന്ത്രം മെനഞ്ഞു. അതിൻ്റെ ഗൂഢാലോചന 1905 മുമ്പ് തന്നെ ആരംഭിച്ചിരുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ നാട്ടിലേക്ക് വന്ന് നമ്മളെ അടിമകളാക്കിയ ചരിത്രമൊക്കെ നമുക്കറിയാം. അതിൻ്റെ ശേഷിപ്പായി അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയായി അവർ ചെയ്തത്, നമ്മുടെ രാജ്യത്ത് എല്ലാ വിപ്ലവങ്ങളുടെയും ആരംഭം എവിടെ നിന്നാണ് എന്നവർ പരിശോധിച്ചു. ആ അന്വേഷണം അവരെ കൊണ്ടെത്തിച്ചത് ബംഗാളിലാണ്. ബംഗാളിൻ്റെ ബൗദ്ധിക പാരമ്പര്യം നമ്മുടെ രാജ്യത്തെ ജനതയെ ഒരുമിപ്പിക്കുകയും ഏതൊരു അക്രമത്തെയും രാഷ്ട്രത്തിനെതിരായ നീക്കത്തെയും ഗൂഢപദ്ധതിയെയും ഒക്കെ തച്ച് തകർക്കാൻ ബംഗാളിന് ശേഷിയുണ്ട്, ബംഗാളിൻ്റെ ബൗദ്ധിക പാരമ്പര്യത്തിന് ശേഷിയുണ്ട് എന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി. തത്ഫലമായിട്ടാണ് 1905 അവർ ഗൂഢാലോചന നടത്തി ബംഗാളിനെ വിഭജിച്ചത്. അന്ന് അതിനു മുമ്പ് തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് കത്തിജ്വലിക്കുന്ന താപം നൽകിയ വന്ദേ മാതരം എന്ന ആ ഗാനം രാജ്യത്തെ ജനങ്ങളെ സമ്പൂർണമായും, നമ്മുടെ ഭാരതീയരെ ജാതി മത വർഗ വർണ്ണ ലിംഗഭേദമന്യേ ഒരു ചരടിൽ കോർത്ത മുത്തുമണികൾ പോലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അണിനിരത്താൻ ശേഷിയുണ്ടായിരുന്ന ആ മന്ത്രം, അല്ലെങ്കിൽ അത് അങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങിയ ആ മന്ത്രം 1905 വിഭജനത്തെ കടപുഴക്കി എറിയാൻ കാരണമായി എന്നുള്ളതാണ് സത്യം. അന്ന് വന്ദേ മാതരം ജനങ്ങൾക്ക് ജീവവായുവായിരുന്നു, പ്രാണനായിരുന്നു. അതും പാടിക്കൊണ്ട് ബംഗാൾ ജനത മാത്രമല്ല, നമ്മുടെ രാഷ്ട്രം മുഴുവനും ബംഗാൾ വിഭജനത്തിനെതിരെ അതിശക്തമായ പോരാട്ടത്തിന് തുടക്കം കുറിച്ചു. ഭയന്നുപോയ ബ്രിട്ടീഷുകാർ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ബംഗാൾ വിഭജനം പിൻവലിച്ച് പഴയതുപോലെ ആക്കി തീർത്തു. അതിന് കാരണം വന്ദേ മാതരം നൽകിയ ഊർജമാണ് എന്ന് പ്രധാനമന്ത്രി പറയുന്നു. ആ വന്ദേ മാതരം
തുടക്കം തൊട്ട് അവസാനം വരെ എങ്ങനെയാണോ ജനഹൃദയങ്ങളെ കീഴടക്കി അവരുടെ കണ്ഠങ്ങളിലൂടെ പുറത്തു വന്നിരുന്നത്, ആ പുറത്തു വന്ന ശബ്ദം കേട്ട് എങ്ങനെയാണോ ബ്രിട്ടീഷുകാർ ഭയന്നത് ഒക്കെ അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ വിവരിച്ചു. എന്നാൽ കാലം മുന്നോട്ട് പോയപ്പോൾ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഈ ഭാരതത്തെ വിഭജിക്കണമെങ്കിൽ ഇവിടെ വിഷവിത്തുകൾ പാകണം എന്നവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസി അവരിവിടെ തുടങ്ങി വച്ചത്. മതം പറഞ്ഞ് ജാതി പറഞ്ഞ് ഭാരതീയരെ വിഘടിപ്പിച്ച് തമ്മിലടിപ്പിച്ച് മുതലെടുക്കുന്ന ശൃഗാല തന്ത്രം ബ്രിട്ടീഷുകാർ പയറ്റാൻ തുടങ്ങിയത് ബംഗാൾ വിഭജനം പരാജയപ്പെട്ടതിന് ശേഷമാണ്. ഇത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ വ്യക്തമായിട്ട് ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞു. എന്തായാലും അങ്ങനെ മുന്നോട്ട് പോകവേ ഇവിടെ മതത്തിൻ്റെ, മതചിന്തയുടെ, മതസ്പർദ്ധയുടെ വിത്തുകൾ പാകി വെള്ളവും വളവും കൊടുത്ത് ബ്രിട്ടീഷുകാർ പരിപോഷിപ്പിച്ചു. അതിന് കുടപിടിക്കാൻ നമ്മുടെ നാട്ടിലെ ചില നേതാക്കളും ഉണ്ടായി എന്നുള്ളതാണ് കഷ്ടം. ഏറ്റവും സഹതാപമർഹിക്കുന്നത് അവിടെയാണ്. നമ്മുടെ രാജ്യത്തെ ചില ഒറ്റുകാർ, വഞ്ചകർ ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്നുകൊണ്ട് നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പ്രാണവായുവായിരുന്ന വന്ദേ മാതരത്തെ പോലും വെട്ടിമുറിക്കാൻ ബ്രിട്ടീഷുകാർക്ക് മതം എന്ന ആയുധം ഉപയോഗിക്കേണ്ടി വന്നു. അവർ അത് ഭംഗിയായി ഉപയോഗിച്ചു. അതിന് കൂട്ടുനിന്ന ചില ആൾക്കാർ, പേരെടുത്ത് അദ്ദേഹം പറയുന്നു, ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഏതാണ്ട് 1920 അല്ലെങ്കിൽ 30 എത്തിയപ്പോഴേക്കും ഈ വന്ദേ മാതരത്തെ വെട്ടിമുറിക്കാൻ, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലർക്ക് അതിലെ വരികളോട് യോജിക്കാൻ കഴിയില്ല എന്ന അടിസ്ഥാനത്തിൽ അതിനെ വെട്ടിമുറിക്കാൻ കൂട്ടുനിന്നു. നമുക്കറിയാം, ആദ്യത്തെ ഒരു സ്റ്റാൻസ മാത്രം, ആ ആദ്യത്തെ പല്ലവിയും അതിനോടൊപ്പം വരുന്ന ചില ഭാഗങ്ങളും മാത്രം ആലപിച്ചുകൊണ്ട് പിന്നീട് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് വന്ദേമാതരം ഭാഗമായി. അതിൻ്റെ ബാക്കി 2 ഭാഗങ്ങൾ, 2 സ്റ്റാൻസകൾ എടുത്തു കളഞ്ഞു അല്ലെങ്കിൽ മാറ്റിവെച്ചു. നോക്കൂ, വന്ദേമാതരം വെട്ടിമുറിക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടവും വെട്ടിമുറിക്കപ്പെട്ടു. നമ്മുടെ രാജ്യം മതത്തിൻ്റെ പേരിൽ വിഭജിക്കപ്പെട്ടു. 1905 ഇവിടെ ഭാരതീയൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ മതചിന്ത ഇല്ലായിരുന്നു. അല്ലെങ്കിൽ മതവിശ്വാസികൾ ഒറ്റക്കെട്ടായിട്ട് ഈ മണ്ണിന് വേണ്ടി, ഈ അമ്മയ്ക്ക് വേണ്ടി പോരാടാൻ തയ്യാറായിരുന്നു. ആ പോരാട്ട ചൂടാണ് ബ്രിട്ടീഷുകാരനെ വിറകൊള്ളിച്ചത്. 1905 വിഭജന തന്ത്രം ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മടക്കി പോക്കറ്റിലിട്ട ബ്രിട്ടീഷുകാരൻ ബംഗാൾ വിഭജനത്തെ അസാധുവാക്കി, റദ്ദാക്കി. 1910 ആയപ്പോഴേക്കും ബംഗാൾ വീണ്ടും പഴയതുപോലെ ഒന്നായി. എന്നാൽ 1930 ശേഷം അതായിരുന്നില്ല നമ്മുടെ രാജ്യത്തെ സ്ഥിതി. ഇവിടെ ജാതി പറഞ്ഞു, മതം പറഞ്ഞു, മനുഷ്യനെ തമ്മിലടിപ്പിച്ച് കൂട്ടക്കൊലകൾ നടത്തി ഈ രാജ്യത്തെ ബ്രിട്ടീഷുകാർ വെട്ടിമുറിച്ചു. അതിന് കൂട്ടുനിന്നത് വന്ദേമാതരത്തെ വെട്ടിമുറിച്ച ചില ആൾക്കാരാണ് എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ന് നമ്മുടെ പാർലമെന്റിനെ ഓർമ്മിപ്പിച്ചു. ഈ ചരിത്രം നമ്മൾ മറക്കാൻ പാടില്ല. വന്ദേമാതരത്തിൻ്റെ പ്രസക്തി അത്രത്തോളമുണ്ട്. 150 വർഷങ്ങൾ കഴിഞ്ഞു എന്നുള്ളതൊരു ചെറിയ കാലയളവ് മാത്രമാണ്. സഹസ്രാബ്ദങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഭാരതത്തിൻ്റെ ഭാവിയാണ് വന്ദേമാതരത്തിലൂടെ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. നമുക്കറിയാം, ഭാരതത്തിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് സഹസ്രാബ്ദങ്ങളുടെ പഴക്കം നമുക്ക് പറയാനുണ്ട്, നമ്മുടെ സംസ്കാരത്തിന് പറയാനുണ്ട്, നമ്മുടെ ചരിത്രമുണ്ട്. അത് ഭാവിയിലും ഇനി എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ടു നിൽക്കും. അവിടെയെല്ലാം ഈ വന്ദേമാതരം അലയടിച്ച് ജനഹൃദയങ്ങളിൽ അങ്ങനെ തിളങ്ങി വിളങ്ങി നിൽക്കും എന്ന് പ്രധാനമന്ത്രി പാർലമെന്റിനെ പഠിപ്പിച്ചു. എന്തായാലും നമുക്ക് ഒരു കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചത് നന്നായി. ഈ നാട്, ഇവിടുത്തെ പൗരന്മാർ, ഭാരതീയർ ഒറ്റക്കെട്ടാണ്. ഈ മണ്ണിൽ ജനിച്ചവരെല്ലാം
ഭാരതീയരാണ്. അവർ ജാതി മത ഭേദങ്ങൾ വെടിഞ്ഞ് ഒറ്റക്കെട്ടായി വർഗവർണ്ണങ്ങളെല്ലാം മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി നിന്നാൽ ലോകം മുഴുവനും ഭാരതത്തിൻ്റെ വഴിയേ വരും. ഭാരതത്തിന് മുന്നിൽ തലകുനിച്ച് ഭാരതത്തിൻ്റെ ഉത്തരവുകൾക്കായിട്ട്, ഭാരതത്തിൻ്റെ നിർദ്ദേശങ്ങൾക്കായിട്ട്, ഭാരതത്തിൻ്റെ ഉപദേശങ്ങൾക്കായിട്ട് കാത്തു നിൽക്കും എന്നാണ് പ്രധാനമന്ത്രി ഇന്ന് പാർലമെന്റിൽ പറഞ്ഞു വെച്ചത്.